ഗൈസ് നോക്ക്, ഇത് ഇവിടെ വന്നേക്കാണ് ക്രിസ്റ്റോയും ഒരേ ടീമില്. ക്രിസ്റ്റോല അജിനും ക്രിസ്റ്റിയും ഒരേ ടീമില്. ക്രിസ്റ്റോ വേഴ്സസ് അജിനും ക്രിസ്റ്റിയും. എവനായിരിക്കും ജയിക്കുക നമുക്ക് നോക്കാം. ക്രിസ്റ്റ്യൻ ഓട്ടം ഉണ്ട്, അത് അവനവിടെ ഇരിക്കുവാണ്. ദൈവമേ, ക്രിസ്റ്റ്യൻ ആണെങ്കിൽ പറന്നുകൊണ്ട് വരും അവനടിക്കാൻ. ദൈവം ക്രിസ്റ്റ്യൻ ഒരു കറഞ്ഞു. ഇവിടെ ക്രിസ്റ്റ്യൻ ആണെങ്കിലും അജിലാണെങ്കിൽ ഒരു വീടിൻ്റെ ഉള്ളില്, ക്രിസ്റ്റ്യൻ ആണെങ്കിലും ഒരു വീടിൻ്റെ ഉള്ളിൽ രണ്ടുപേരും ഒരുമിച്ച് വന്നേക്കുന്നു. അതാ ക്രിസ്റ്റ്യൻ ഒരു വീടിൻ്റെ വയറും തുടങ്ങി. ക്രിസ്റ്റ്യൻ കവർ എടുത്തു. അങ്ങനെ അവൻ ക്രിസ്റ്റ്യൻ അടിക്കാൻ പറന്നെത്തിയിട്ടുണ്ട്. അജുനും നോക്കുക ഗായ്സ്, ഇവിടെ ഭയങ്കര യുദ്ധമാണ് നടക്കുന്നത്. ഇവിടെ ഗായ്സ് നമുക്ക് നോക്കാം എന്താ നടക്കുന്നു. കിട്ടി. ക്രിസ്റ്റോ വേറെ ലെവലാണല്ലോ കളിക്കുന്ന. അജുന് ക്രിസ്റ്റ്യേ ഉള്ളൂ അജുനെ രക്ഷിക്കാൻ. അടുത്ത മാച്ച് നമ്മൾ എത്തിയിട്ടുണ്ട് ഗായ്സ്. ഇവിടെ നമുക്ക് നോക്കി എന്തെന്ന അവസ്ഥ ക്രിസ്റ്റോയിൻ്റെ. അവനൊരു അനക്കവും കാണുന്നില്ല. കുന്തം അല്ല, അവൻ കാറിലെടുത്ത് ക്രിസ്റ്റോ അജിലാണെങ്കിൽ തയ്യാറായിരിക്കുക. ക്രിസ്റ്റോയാണെങ്കിൽ ഗുരുതര അവസ്ഥ. അവനെന്തോ റൗണ്ട് ചെയ്യുന്ന ഡിപ്രഷനിലിരിക്കും. അവിടെ നമ്മുടെ അജിലും ക്രിസ്റ്റിയും ആണെങ്കിൽ ദൈവമേ സീമോനെ എന്ന് പറഞ്ഞ് കളിച്ചുകൊണ്ടിരിക്കുക. ദൈവമേ, രണ്ടുപേരും പോവുകയാണ്. നമുക്ക് നമ്മുടെ ക്രിസ്റ്റീനെ നോക്കാം. ക്രിസ്റ്റ്യ ആണെങ്കിൽ ക്രിസ്റ്റോനെ അടിക്കാൻ വട്ട് പിടിച്ച് കിടക്കുക. ഇവിടെ കളിക്കുന്ന മോനെ ക്രിസ്റ്റോനെ വീണ്ടും അടുത്ത് അടിച്ച്. അടുത്ത മാച്ച് നമ്മൾ വന്നു ഗായ്സ്. അജുലാണെങ്കിൽ ഒരു കില്ലും കിട്ടിയിട്ടില്ല അവന്. ക്രിസ്റ്റോ ആണെങ്കിൽ അടികൊള്ളു അവന്. നമുക്ക് അടുത്ത മാച്ച് നോക്കാം. അവൻ ട്രിപ്പിൾ ചിപ്പ് എല്ലാ കണ്ണും ആക്കുക. അവന് എടാ സൂക്ഷിച്ചില്ലെങ്കിൽ നിങ്ങളൊക്കെ എടുത്ത് അടിക്കും ഞാൻ പറഞ്ഞേക്കാം. വീട് ക്രിസ്റ്റോ ആണെങ്കിൽ ഒരു അനക്കവും ഇല്ല. ക്രിസ്റ്റ്യയും അജിലും വേറെ ലെവല്. അങ്ങനെ ക്രിസ്റ്റോ ഒരു അനക്കം തുടങ്ങി. ക്രിസ്റ്റോ ഒരു സെൻറ്റോണിയോ ഇട്ടിട്ട് ഒരു ഓട്ടോ ഓടി എങ്ങോട്ടേക്കോ ഏതോ കാർഡ്. ഇവിടെയാണെങ്കിൽ നമ്മുടെ അജിലാണെങ്കിൽ അവനെടുത്ത് അടിക്കുകയും ചെയ്തു. നെക്സ്റ്റ് മാച്ച് 7 റൗണ്ടിൻ്റെ മാച്ചാണിത്. അജില് വേറെ കാണരുത്. P90 എടുത്തു, MP5 എടുത്തു. നമ്മളുടെ ക്രിസ്റ്റ്യ ആണെങ്കിൽ ഗ്രോസയും P90. ഇവൻ്റെ അവസ്ഥയാണെങ്കിൽ അതേ തന്നെയാണ്. ക്രിസ്റ്റ്യ ആണല്ലോ വീണ് ട്രിപ്പിൾ ചിപ്പ് സ്കാറിലും ട്രിപ്പിൾ ചിപ്പ് MP5 പറഞ്ഞിട്ട് കാര്യമില്ല ഗൈസ്. നമുക്ക് മുമ്പിൽ തന്നെ നോക്കാം. നിങ്ങൾ സ്കിൽസ് നോക്കോ എല്ലാത്തിൻ്റെയും. എന്താ ക്രിസ്റ്റോ വീണ്ടും ഒരു ഓട്ടോ ഓടിയേക്കും ക്രിസ്റ്റീനൊക്കെ എടുത്ത് അടിക്കാനായിട്ട്. നമുക്ക് നോക്കാം ഗൈസ്, എവനായിരിക്കും എടുത്ത് അടിക്കുമോ എവനായിരിക്കും എടുത്ത് തോൽക്കും. ഇവിടെ ക്രിസ്റ്റോ ആണെങ്കിൽ 0-ൽ നിന്ന് അടി കൊണ്ടുവന്നിരിക്കും. ഒരു പോയിന്റും അവൻ എടുത്തില്ല. ഇനി ആകെ ഇവന് അജുലേ ഉള്ളൂ നമ്മളുടെ ഒരു ക്രിസ്റ്റോ ആണെങ്കിൽ മൂട്ട കൊണ്ട് ഇട്ടോണ്ടിരിക്കുക. ക്രിസ്റ്റി വേറെ എന്ത് നോക്കി പറയുന്നു. നമുക്ക് അത് നോക്കണ്ട. ക്രിസ്റ്റ്യൻ്റെ പെട്ടിയായി അങ്ങനെ നമ്മൾ പറയുന്നു. ഇനി അടുത്ത മാച്ച് വന്നേക്കുന്നു. ക്രിസ്റ്റ്യ ആണെങ്കിൽ തോറ്റ് ഫസ്റ്റ് റൗണ്ട് തോറ്റ്. റൗണ്ട് വീണ്ടും അവൻ്റെ അത് തന്നെ.
എന്നാ എനിക്ക് ഒരു കാര്യം, ഇവൻ എന്താ ഈ കണ്ണുതന്നെയാണ് എപ്പോഴും എടുക്കേണ്ടത്? അതൊക്കെ വീട് അതെന്തെങ്കിലും ആകട്ടെ. അതെന്തെങ്കിലും ഇവനതാ പോവാണ് നമ്മളുടെ ക്രിസ്റ്റി. അജുലാണെങ്കിൽ വീടിലുള്ള എന്താ ചെയ്യുക അത് നോക്കണ്ട. ദൈവമേ ആ ക്രിസ്റ്റോന്റെ പെട്ടി ആകാനായിരിക്കുവാണ്. പെട്ടി അജുലൊരു ഇട്ടോണ്ടിരിക്കുന്നു കാര്യം. സെവൻത് റൗണ്ട് ഇതാ. മോനെ ഇവിടെ അജുലാണ് ഏറ്റവും കില്ലെടുത്തത്. ക്രിസ്റ്റി ആണെങ്കിലും കില്ലുണ്ട്. ക്രിസ്റ്റിക്ക് 1 ടാപ്പിന്റെ ഷോക്ക് കയറി വിചാരിച്ചതാണ്. ഇവിടെ ക്രിസ്റ്റു ആണെങ്കിൽ ഒരു കില്ല. ഇവിടെ എടുത്തല്ലോ. ഇത് അവൻ്റെ പേര്. ഇത് ക്രിസ്റ്റിനെ തോൽപ്പിച്ചല്ലോ. അതെന്തെങ്കിലും ആട്ടെ. ഇവിടെ അജുവിന്റെ ഗെയിം പോയോ? മിക്കവാറും പൊട്ടി. അതിന് മൂട്ടിപ്പോയോ? പോയി. നമുക്ക് നോക്കാം എന്തെന്നിപ്പോ സംഭവിക്കുമെന്ന്. ചെയ്യാതെ പഠിക്കോ. അവിടെ 10 വർഷം കഴിഞ്ഞിട്ട് അങ്ങനെ അജുവിന്റെ നെറ്റ് പോകുവാണ്. പക്ഷെ വന്നു. ക്രിസ്റ്റ ഒരു റൗണ്ട് അങ്ങനെ എടുത്ത് അങ്ങനെയൊക്കെ കഷ്ടപ്പെട്ടിട്ട് അത് നമുക്ക് വിട്. ശരി അജുലിന് വേറെ പട്ട. അന്നെന്താ M500 എടുത്ത ദൈവമേ. പൊട്ടാ അജുലെ ഡെസർട്ടികൾ എടുക്ക് ക്രിസ്റ്റീനെ പോലെ. അവനാണെങ്കിൽ ക്രിസ്റ്റിക്ക് ഇച്ചിരിയെങ്കിലും പൊടിയുണ്ട്. അടുത്താണ് നടക്കുന്നുണ്ട്. ഇവിടെ യുദ്ധഭൂമി നടന്നുകൊണ്ടിരിക്കുക. ഇവിടെ നമ്മുടെ അജുലാണെങ്കിൽ വേറെ ലെവല്. ക്രിസ്റ്റി ആണെങ്കിൽ അജുലിന്റെ ക്രിസ്റ്റു ആണെങ്കിൽ വീടിന്റെ മേളിൽ കയറി സ്നൈപ്പ് ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ്. മിസ്സായി. ക്രിസ്റ്റിയും അജുൽ